അപ്പോ നമ്മുടെ നിസ്കാരത്തിന്റെ ഉള്ളിലുള്ള രണ്ടാമത്തെ വിഷയം തഹനിയത്തുല്ലില്ല ഒരു റസൂലിഹി ഒരു മുഅ്മിനീൻ. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു സന്തോഷ ദിവസം വരുമ്പോൾ നാം ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നാം മംഗളാശംസകൾ അറിയിക്കാറുണ്ട്. ഒരു പെരുന്നാൾ ദിവസം വരുമ്പോൾ പെരുന്നാളിന്റെ തകര ദിവസം നാം ഇഷ്ടപ്പെട്ട ആളുകൾക്ക്, എല്ലാവർക്കും അയക്കൂല, ഇഷ്ടപ്പെട്ട ആളുകൾക്ക് ഇത് മുബാറക് ആദ്യം അയക്കുന്നതായിരിക്കണം. ഏറ്റവും നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ കുടുംബക്കാരുണ്ടാവും, അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകൾ, അവർക്കായിരിക്കും നാം അയക്കുക. എന്നാണെന്നല്ല, നമ്മുടെ സന്തോഷ ദിവസങ്ങൾ വരുമ്പോൾ ഒക്കെയും അങ്ങനെയാണ്. എന്നാൽ നമ്മുടെ പരിശുദ്ധമായ നിസ്കാരം, ആ നിസ്കാരത്തിന്റെ ഉള്ളിലുള്ള ഒരു കാര്യമാണ് നാം ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടേണ്ട അല്ലാഹ്. ചില ആളുകൾ ഇഷ്ടപ്പെട്ടതാണ്, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെടണം. അള്ളാഹുവിനെ സ്നേഹിക്കാതെ അള്ളാഹുവിനെ ഇഷ്ടപ്പെടാൻ തന്നെ ആരെയാണ് ഇഷ്ടപ്പെടാം? നമ്മുടെ ജീവിതത്തിൽ നാം ചോദിക്കാതെ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും സാധിപ്പിച്ചു തരുന്ന അല്ലാഹ്. ഒരു സെക്കൻഡ് പോലും അല്ലാഹ് ഇല്ലാതെ നമ്മക്കൊണ്ട് ജീവിക്കാൻ പറ്റൂല. എന്നിട്ട് പറയാണ് പ്രച്ചോനെ, നീ ഞങ്ങളോടൊപ്പം ഉണ്ടാവണം. ഹൈഫ് കൊന്ന, നമ്മൾ എവിടെയാണെങ്കിലും നീ വേണം. തീരുമാനം, നമ്മൾ എവിടെയാണെങ്കിലും പ്രച്ചോനെ നീ ഞങ്ങളോടൊപ്പം ഉണ്ടാവണം. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. മരിച്ച് കബറിൽ കിടത്തിയിട്ട് എല്ലാവരും തിരിച്ചു പോകും. അതുണ്ടാവും, എല്ലാവരും തിരിച്ചു പോകും. എത്ര സ്നേഹിച്ച ആളുകളാണെങ്കിലും അവരൊക്കെയും നമ്മെ കൈവിട്ടു പോകുമ്പോ നമ്മെ കൈവിടാതെ പിടിച്ചു നിൽക്കുന്ന ഒരാൾ അല്ലാഹു. ആ അല്ലാഹുവിനെ സ്നേഹിക്കണം. ആ അല്ലാഹുവിന് നമ്മുടെ നിസ്കാരത്തിന്റെ ഇടയിൽ ഉള്ളിൽ നാം ഒരു തഹനിയത്ത്, അല്ലാഹുവിനെ സന്തോഷിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു ആശംസ പഠന നിസ്കാരത്തിന്റെ ഉള്ളിൽ സമർപ്പിക്കുക. അതാണ് തഹിയ്യാത്ത്. നിർബന്ധം. തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്. ഇതൊരു വാക്ക് അല്ലെ? തഹിയ്യാത്ത് പറഞ്ഞാൽ ആശംസയാണ്, തഹനിയത്താണ്, ഗിഫ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ഹദിയകൾ. എന്തൊക്കെ സന്തോഷങ്ങളുണ്ടോ, എന്തൊക്കെ ഹദിയകളുണ്ടോ അത് മുഴുവനും അൽ മുബാറക, അൽ മുബാറക, എല്ലാ ബറകത്താക്കപ്പെട്ട കാര്യങ്ങളും. തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്ത് അത്വയ്യിബാത്ത്, നമ്മുടെ നിസ്കാരങ്ങൾ, നമ്മുടെ എല്ലാ നന്മകൾ ലില്ലാഹ്, അല്ലാഹുവിനാണ്. നിസ്കാരത്തിന്റെ ഉള്ളിൽ അള്ളാഹ്ക്ക് വേണ്ടി നാം ആശംസകൾ അർപ്പിക്കുകയാണ്, ഹദിയകൾ അർപ്പിക്കുകയാണ്. കഴിഞ്ഞിട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ പറയാം, അല്ലെ, നമ്മുടെ ഈ നിസ്കാരവും നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ച് തന്ന ഒരു നേതാവില്ലേ? ഈ നിസ്കാരം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചവരാണ്. എങ്ങനെ നിസ്കരിക്കണം പഠിപ്പിച്ചു തന്ന ആൾ. തോന്നിയതുപോലെ നിങ്ങൾ നിസ്കരിക്കരുത്. ഞാൻ എങ്ങനെയാണോ നിങ്ങൾക്ക് നിസ്കരിക്കാൻ വേണ്ടി പഠിപ്പിച്ചത്, ആ പഠിപ്പിച്ചതുപോലെ നിങ്ങൾ നിസ്കരിക്കുകയും എന്ന് നമ്മോട് കൽപ്പിച്ച, നമുക്ക് ഇത്രയും വലിയ സൗകര്യങ്ങളും ഇത്രയും വലിയ ആരാധനകളുടെ രൂപങ്ങളും പഠിപ്പിച്ചു തന്ന ഹബീബായ റസൂലുള്ളാഹ് ഞങ്ങളെ മറക്കാൻ പറ്റൂലല്ലോ. അപ്പൊ അതുകൊണ്ട് അല്ലാഹുവിനെ ഓർത്തിട്ട് പിന്നെ പറയാണ്, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു. നബിയേ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സലാം ഉണ്ടാകട്ടെ. നബിയേ, വറഹ്മത്തുള്ളാഹി, അല്ലാഹുവിന്റെ റഹ്മത്തും ബറകാത്തും, അല്ലാഹുവിന്റെ ബറകത്തുകളും നബിയേ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. ആ ഹബീബായ ഞങ്ങൾക്ക് ഒരു ആശംസ സമർപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് നിരീശ്വരവാദികളെ പോലെ, നാസ്തികവാദികളെ പോലെ സ്വന്തം കാര്യം സിന്ദാബാദ് പറഞ്ഞു നടന്നാ പോരാ. സ്വന്തം കാര്യം സിന്ദാബാദ്, ഞാൻ എന്റെ കുടുംബം ഇല്ല. നിസ്കാരത്തിന്റെ ഇടയിൽ ഓരോ മുഅ്മിനീങ്ങളും ലോകത്തിലുള്ള എല്ലാ വിശ്വാസികളെയും ഓർക്കുകയാണ്. എന്നിട്ട് എന്താ പറയുന്നത്? അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹ് അസ്സാലിഹീൻ. ഞാനും എന്റെ കുടുംബം മാത്രമല്ല, എനിക്ക് മാത്രം സന്തോഷം കിട്ടിയാൽ പോരാ, ഞാൻ മാത്രം നന്നായാൽ പോരാ, ലോകത്തിലുള്ള സർവ്വ സ്വാലിഹീങ്ങളായ അടിയാറുകളെയും നിസ്കാരത്തിന്റെ തഹിയ്യാത്തിൽ അവർക്കും ഒരു മംഗളാശംസയാണ്, അവർക്കൊരു ആശംസയാണ്. സലാമു അലൈനാ, നമുക്കും അല്ലാഹുവിന്റെ സലാം ഉണ്ടാകട്ടെ. നമുക്ക് മാത്രം പോരാ, മുഖ്യമായി സുബഹിസ്കരിച്ച നാം മാത്രമല്ല, വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ അല്ലാഹുവിന്റെ ഏതൊക്കെ അടിയാറുകളുണ്ടോ, അടിമകളുണ്ടോ, അവർക്കൊക്കെയും അല്ലാഹുവിന്റെ സലാം ഉണ്ടാകട്ടെ. ഇതാണ് നിസ്കാരത്തിന്റെ ഉള്ളിൽ നാം ഓർക്കേണ്ട അഞ്ചാമത്തെ വിഷയമാണ്.
അള്ളാഹുവിന്റെ ആശംസ ആലപിക്കണം, അള്ളാഹുവിന്റെ ഹബീബിനെ അർപ്പിക്കണം. അതുപോലെ ലോകത്തിലുള്ള എല്ലാ വിശ്വാസികളെയും നമ്മുടെ നിസ്കാരത്തിന്റെ ഇടയിൽ അവർക്കൊരു ആശംസ, അവരെയും ഒന്ന് ഓർക്കുക എന്നത് നിസ്കാരത്തിന്റെ ഉള്ളിൽ നാം ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കടപ്പാട്, നിർബന്ധമാണ്. ഒരു ദിവസത്തിൽ 5 തവണ ഇത് ചെയ്യാൻ നിർബന്ധം. 5 തവണ. അവസാനത്തെ തയ്യാത്ത് നിർബന്ധമാണ്. ആദ്യത്തെ തയ്യാത്ത് ചിലപ്പോ മറന്നുപോയാലും പ്രശ്നമല്ല, അവസാനത്തെ തയ്യാത്ത് വിട്ടുപോയാലും നിസ്കാരം കിട്ടുള്ളൂ. ആദ്യത്തെ തയ്യാത്ത് ചിലപ്പോ മിസ്സായാൽ പിന്നെ സാവിന്റെ സുജോദാണ് ചെയ്തിരുന്ന പ്രശ്നമല്ല, നിസ്കാരം തയ്യോ. പക്ഷെ അവസാനത്തെ തയ്യാത്ത് ഒരു ദിവസത്തിൽ 5 നേരത്തെ നിസ്കാരത്തിൽ 5 തയ്യാത്ത് നിർബന്ധം. ഈ 5 തയ്യാത്തുകളിലും നാം സമർപ്പിക്കേണ്ട ഏറ്റവും വലിയ വിഷയമാണ്. അങ്ങനെ എത്രയോ ആളുകളുണ്ട്, എത്രയോ മാന്മാരുടെ ചരിത്രമുണ്ട്. അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറഞ്ഞിട്ട് ഉണ്ടാതിരുന്നവർ നിസ്കാരം എന്റെ ആ സലാം റസൂലുള്ളാഹിക്ക് സലാം പറഞ്ഞിട്ട് റസൂലുള്ള സലാം മടക്കുന്നത് കേൾക്കാതെ സലാം വീട്ടാത്ത മാന്മാരുണ്ടായിരുന്നതാണ്. നമുക്കിപ്പോ സലാം പറയുന്നത് അറിയുന്നില്ല, ചെല്ലുന്നത് നമ്മുടെ സലാം സലാം ഞങ്ങൾക്ക് എല്ലാ നിസ്കാരത്തിലും സലാം പറയാം. അസ്സലാമു അലൈക അയ്യുഹൻ നബി അല്ലെ എന്ന് ഞങ്ങൾക്ക് ഇന്ന് കൂട്ടുണ്ടോ? എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇതൊക്കെ അള്ളാഹ് ഇങ്ങനെ പറയാൻ പഠിക്കാം, എന്നിട്ട് നാം പിന്നെ തെറ്റ് തന്നെ ചെയ്യാം. നാം തെറ്റിലേക്ക് തന്നെ വളർന്നുകയാണ്. നമ്മുടെ നിസ്കാരം കൊണ്ട് നമുക്കൊരു വലിയ പ്രത്യേകമായ ഒരു മാറ്റങ്ങളൊന്നുമില്ല. എത്രയോ കിതാബിൽ കാണാം സലാം പറഞ്ഞിട്ട് സലാം മടക്കുന്നത് കേൾക്കാതെ നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടാത്ത മഹാന്മാരുടെ ചരിത്രം. സലാം അലൈക അയ്യുഹൻ നബിയ്യു സലാം പറഞ്ഞില്ലേ? നമുക്കല്ലേ നമ്മൾ ഈ കാലത്ത് സലാം പറഞ്ഞിട്ട് സലാം അലൈക്കും സലാം അടിക്കുന്ന പറയിച്ച സലാം ചെന്നി മടക്കിയിട്ടാണത്. ഇടയ്ക്കിടയ്ക്ക് പറയും അങ്ങനെ പറയാൻ പാടില്ല. സലാം പറഞ്ഞ ഞാൻ സലാം പറഞ്ഞ് മടക്കിയിട്ടാന്ന് പറയാൻ പാടില്ല. ഞാൻ പിന്നെയും പറയുന്നതാണ് അസ്സലാമു അലൈക്കും. സലാം വീട് മടക്കുന്നത് വരെ പറയാം അസ്സലാമു അലൈക്കും, കേൾക്കുന്നത് വരെ ഉഷാറായിട്ട് പറയാം. ഞാൻ പറഞ്ഞു മടക്കിയില്ല അത് പറയാൻ പാടില്ല. അപ്പോ ആ രൂപത്തിൽ നിസ്കരിച്ച മഹാന്മാരുണ്ടായിരുന്നു എന്നാണ്. അത്രയും വലിയ ആത്മാർത്ഥതയുടെ നിസ്കാരം. അപ്പൊ ഇതൊക്കെയും ഞാൻ പറഞ്ഞ ഈ 5 കാര്യങ്ങൾ നമ്മുടെ നിസ്കാരത്തിന്റെ ഉള്ളിൽ നാം ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നിസ്കാരം എന്ത് നിസ്കാരമായിരിക്കും, നമ്മുടെ നിസ്കാരത്തിന് എത്ര മാറ്റം ഉണ്ടാവും. അതാണ് നമ്മുടെ മുൻഗാമികളുടെ നിസ്കാരം എന്ന് പറഞ്ഞാൽ. വേദാറ് വരുമ്പോ, ബുദ്ധിമുട്ട് വരുമ്പോ, വിഷമങ്ങൾ വരുമ്പോ അവർ അള്ളാന്റെ മുന്നിൽ നിസ്കരിച്ചത് ഈ നിസ്കാരമായിരുന്നു. ഈ നിസ്കാരം കഴിയുമ്പോൾ അവരുടെ ടെൻഷനൊക്കെയും മാറി, വേദാറൊക്കെയും തീർന്നു, അവരുടെ കാര്യങ്ങളൊക്കെയും സബലീകരിക്കുന്ന ഒരു അവസ്ഥ, ഒരു ചുറ്റുപാട് മുൻഗാമികളുടെ നിസ്കാരങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഇന്ന് അതിന് ഇല്ലാത്തത് കൊണ്ട് കൈ കെട്ടുന്നത് അറിയുന്നില്ല, വീട്ടുന്നത് അറിയുന്നില്ല. ആ രൂപത്തിലുള്ള നിസ്കാരം നമ്മുടേതായതുകൊണ്ട് നമ്മുടെ നിസ്കാരം കൊണ്ട് ടെൻഷൻ കൂടുന്നല്ലാതെ പറയുക ടെൻഷൻ കൂടാണ്. നിസ്കരിക്കുന്ന പറയുമ്പോൾ ചെയ്തില്ല, കാണുന്ന പോലെ ഇടുന്ന പോലെ പറ്റുന്നില്ല. ടെൻഷൻ തീർക്കാൻ വേണ്ടി വിളിക്കണം. നിങ്ങളുടെ ഉറക്കിനേക്കാൾ നിങ്ങൾക്ക് നിസ്കാരമാണ് എന്ന് വിളിക്കുമ്പോൾ എങ്ങനെ നിസ്കരിക്കുന്നത്? കഴിയണ്ടേത് കഴിയാൻ വേണ്ടിയിട്ടാണ്, നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പറയാം. നമ്മള് മഹാനായ അലി റളിയല്ലാഹു അൻഹു ചരിത്രം അമ്പ് യുദ്ധത്തിന് പോയി അമ്പ് എടുക്കാൻ പറ്റാത്ത ഒരു പുരുഷൻ വന്നപ്പോ അറിയാൻ തങ്ങൾ പറഞ്ഞതാണ്, ഞാൻ നിസ്കരിക്കാൻ നിങ്ങൾ എടുത്തോളി, ഞാൻ നിസ്കരിക്കാം നിങ്ങൾ എടുത്തോളി. കാരണം നിസ്കാരത്തിൽ നിന്നാ പിന്നെ അള്ളാഹും അടിമയുമായിട്ടുള്ള ഒരു സംഭാഷണം, പിന്നെ മറ്റുള്ളതൊന്നും അറിയില്ല. നമുക്ക് ഇത് പൊതു പഠിച്ചാൽ 14 വരെ പോയാലോ അത് പോകുന്നത് പിന്നെ നമ്മളെ മുന്നിൽ എത്തിപ്പെട്ടതാണ്. സുജൂദിന്റെ സ്ഥലം കൊണ്ടാവും. പിന്നെ ഇതെന്നെ നോക്കലാണ്, ട്രെയിൻ വരുന്നത് ട്രെയിൻ പോകുന്നത്. ഞാൻ നിസ്കരിക്കാൻ നിങ്ങൾ എടുത്തോളിന്നാണ്. എന്റെ അങ്ങനെ ബേജാറ് തീർന്നു കിട്ടുന്ന ബേജാറ് നമ്പറൊക്കെ തീർന്നു കിട്ടാനുള്ള ഏറ്റവും വലിയ പരിഹാരമാണ് നിസ്കാരം. നമുക്കറിയില്ല എന്റെ ആ ഒരു ലഗ്നത്തും അതിന്റെ വേഷം എല്ലാവരും ഒരുപോലെയാണ്. പറഞ്ഞ നാളും കേൾക്കുന്നവരല്ല അന്നത്തെ ഒരു അവസ്ഥ. നമുക്ക് ഈമാൻ നൽകണം. ഇപ്പൊ നല്ലൊരു ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് എനിക്ക് പറയാൻ നിസ്കാരത്തെ കുറിച്ചും മറ്റും നമുക്ക് മാറണം വരുന്നുണ്ട്. മാറണിന്റെ മാത്രങ്ങൾ കുറച്ച് പറയണം. അള്ളാഹു എല്ലാ രൂപത്തിലും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാനും എടുക്കലും മാത്രമല്ല അത് ജീവിതത്തിൽ പ്രാവർത്തികമായി പ്രാക്ടിക്കലായി കൊണ്ടു നടക്കാൻ നിങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ. തൗഫീഖ് നൽകണേ. നമ്മുടെ ചെറിയ ചെറിയ അമലുകൾ നിന്റെ മഹാന്മാരെ പോലെ നിസ്കരിക്കാൻ, നിന്റെ മാത്തുക്കളെ പോലെ നിസ്കാരത്തെ സ്നേഹിക്കാൻ നമുക്ക് കഴിയൂല. ആഖിറസമാനിൽ ജീവിക്കുന്ന ഞങ്ങൾ റബ്ബേ മറ്റുള്ളവരെക്കാൾ വ്യത്യസ്തമായ രൂപത്തിലുള്ള ചെറിയൊരു ജീവിതമെങ്കിലും ഞങ്ങളെ നയിക്കുന്നുണ്ടെങ്കിൽ അത് നീ നമ്മിൽ നിന്ന് കബൂലാക്കണേ. അല്ലാഹ് സ്വീകരിക്കണേ. റഹ്മാൻ നിസ്കാരത്തിന്റെ ഇടയിൽ പല രൂപത്തിലുള്ള ഓർമ്മകൾ, ചിന്താഗതികൾ, പല രൂപത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെയും നിസ്കാരത്തിന്റെ ഇടയിൽ പോലും നാം ചെയ്യുന്നു, ഓർക്കുന്നു, ചിന്തിക്കുന്നു. അത് മുഴുവനും അല്ലാഹ് നിന്റെ റഹ്മത്ത് കൊണ്ട് നീ പരിഹരിച്ച് നമ്മുടെ ഇബാദത്തും നിസ്കാരവും കർമ്മങ്ങളും നീ കബൂലിയത്തുള്ളതാക്കണേ. അല്ലാഹ്
എത്രയോ ആളുകൾക്ക് പല രൂപത്തിലുള്ള പ്രയാസങ്ങൾ പറഞ്ഞത് ആ വസീയത്ത് ചെയ്തവരാണ് പഠിച്ചവനെ. അവരുടെ എല്ലാ മുറാദുകളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അള്ളാ. രോഗികളുടെ രോഗത്തിന് ശിഫാഅ നൽകണേ അള്ളാ. കടക്കാരുടെ കടങ്ങൾ വീട്ടാനുള്ള വഴികൾ നീ എളുപ്പമാക്കണേ അള്ളാ. പല രൂപത്തിലുള്ള ശൈത്താനിയത്തിന്റെ ബുദ്ധിമുട്ടുകൊണ്ട്, സിഹറിന്റെ പ്രയാസം കൊണ്ട്, കണ്ണേർ കൊണ്ട് ബേജാറായ ആളുകൾ പഠിച്ചവനെ, ഏത് കണ്ണേറും സിഹറും ശൈത്താനും അള്ളാഹുവെ നിന്റെ കുതിരത്തിനെ മറികടക്കുന്ന ഒന്നും ഈ ലോകത്തിൽ ഇല്ലല്ലോ അള്ളാ. അതുകൊണ്ട് നിന്റെ കുതിരത്ത് കൊണ്ട് എല്ലാ കണ്ണേറും സിഹറും ശൈത്താനും നീ ബാത്തിലാക്കണേ അള്ളാ. നീ ബാത്തിലാക്കണേ അള്ളാ, ബാത്തിലാക്കണേ അള്ളാ. ഗൾഫിൽ മറ്റും എത്രയോ ആളുകൾ പഠിച്ചവനെ ജോലിയില്ലാതെ ബേജാറായി നിൽക്കുന്നവരാണ് പഠിച്ചവനെ. അവർക്ക് ഹൈറായ അന്തസ്സുള്ള ഇസ്സത്തുള്ള ജോലിയുടെ വഴികൾ നീ തുറന്നു കൊടുക്കണേ അള്ളാ. ഉള്ളവരുടെ ജോലിയും പഠിച്ചവനെ നീ വറക്കത്തോട് അതിന് നീ നിലനിർത്തണേ അള്ളാനെ. ആ ജോലി നഷ്ടപ്പെടാൻ വരുന്ന എല്ലാ കവാടങ്ങളും നീ അടക്കണേ അള്ളാ, നീ അടക്കണേ അള്ളാ. പഠിച്ചവനെ അള്ളാഹുവേ, ഹജ്ജ് കഴിഞ്ഞിട്ട് ഒരുപാട് ഹാജിമാർ നാട്ടിലെത്തി പലരും വരാനിരിക്കുന്നു. അവരുടെ ഹാജികർമ്മം നീ കബൂലാക്കുക. അവരുടെ യാത്രയിൽ ബറക്കത്ത് നൽകുക. എല്ലാ ദിവസം ഞങ്ങളും വാഹനങ്ങളിൽ മറ്റൊക്കെ യാത്ര ചെയ്യുന്ന എപ്പോഴും എത്രയോ അപകടം പൊടിച്ച മരണ വാർത്തകൾ ഞങ്ങൾ കേൾക്കാറുണ്ട്. നമ്മുടെ യാത്രയുടെ സമയം ഞങ്ങൾക്ക് നീ കാവലാകണേ അള്ളാ. നമ്മുടെ വാഹനങ്ങളെയോ ഞങ്ങളെയോ നമ്മുടെ കുടുംബങ്ങളെയോ ഒരു അപകടത്തിലും നീ കൊടുത്തല്ലോ അള്ളാ. ചെറിയ ഒരു അപകടത്തിലും നീ കൊടുത്തല്ലോ. മരിച്ചുപോയ നമ്മുടെ എല്ലാ കുടുംബങ്ങളുടെ ഖബറും നീ സ്വർഗമാക്കല്ലാ. ബിഹഖി സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. നിഅമൽ മൗലാ വനിഅമൻ നസീർ. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله